ആയുർവേദത്തിൽ സൈക്യാട്രി ഉണ്ടോ? ആയുർവേദത്തിൽ മാനസിക രോഗങ്ങൾക്ക് ചികിത്സയുണ്ടോ? ഒരുപാട് പേർക്കുള്ള സംശയമാണിത്. യഥാർത്ഥത്തിൽ ആയുർവേദത്തിന് 8 അംഗങ്ങളാണുള്ളത്. 8 ബ്രാഞ്ചസ്. ഈ 8 ബ്രാഞ്ചസില് ആയുർവേദത്തിന്റെ ഒരു പ്രധാന ബ്രാഞ്ചാണ് മാനസിക രോഗ ചികിത്സ അല്ലെങ്കിൽ ആയുർവേദ സൈക്യാട്രി. ഇതിനകത്ത് എല്ലാ മാനസിക രോഗങ്ങൾക്കും അങ്ങനെ തന്നെ പറയണം. ഏത് മാനസിക രോഗമാണെങ്കിലും അതിനകത്ത് ഇതിലൂടെ നമുക്ക് ചികിത്സ നൽകുവാൻ സാധിക്കും. അതിപ്പോ ഒരു ചെറിയ കുട്ടികളിലുള്ള പെരുമാറ്റ പ്രശ്നങ്ങൾ, അതുപോലെ കുട്ടികളുടെ വളർച്ചയിലുള്ള പ്രശ്നങ്ങൾ, കുട്ടികളിലുള്ള പഠന പ്രശ്നങ്ങൾ, ഓട്ടിസം പോലെയുള്ള കണ്ടീഷൻസ്, ബുദ്ധിയിലുള്ള തകരാറുകൾ, അതുപോലെ ADHD പോലെയുള്ള പ്രശ്നങ്ങൾ, ഇവയ്ക്കൊക്കെ നമുക്ക് ആയുർവേദത്തിലൂടെ നല്ല പരിഹാരം നൽകാൻ സാധിക്കും. അതുപോലെ അവരുടെ കോണ്ടക്ട് ഡിസോർഡർ പോലെയുള്ള ഇഷ്യൂസ്, ഇതൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യാറുണ്ട്. ഇനി മുതിർന്നവരിലാണെങ്കിലും ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇതുപോലെ തോട്ട്സിൽ വരുന്ന സ്കിസോഫ്രീനിയ പോലെയുള്ള കണ്ടീഷൻസ്, ഡെല്യൂഷൻസ്, അതായത് സംശയരോഗങ്ങൾ, എഗെയിൻ ഇപ്പം OCD പോലെയുള്ള കണ്ടീഷൻസ്, പിന്നെ മൂഡ് ഡിസോർഡേഴ്സ്, അതായത് വൈകാരികമായിട്ടുള്ള ഇഷ്യൂസ്, അതിപ്പം മാനിയ ആവാം, അല്ലെങ്കിൽ ബൈപോളർ ആവാം, മൂഡ് ഡിസോർഡേഴ്സ്, ഇതിനൊക്കെ നമുക്ക് ആയുർവേദത്തിലൂടെ നല്ല നല്ല വ്യക്തമായ ചികിത്സ ലഭ്യമാണ്. എഗെയിൻ ഇതിനോടൊപ്പം ഇപ്പം സ്ലീപ്പ് ആയുർവേദത്തിലൂടെ നല്ലതായിട്ട് നമുക്ക് നല്ല സ്ലീപ്പ് ആയുർവേദത്തിലൂടെ നമുക്ക് വ്യക്തമായിട്ട് ഫലപ്രദമായിട്ട് ചികിത്സിക്കാൻ പറ്റുന്നതാണ് സ്ലീപ്പ് ഡിസോർഡേഴ്സ്. അതുപോലെ ആങ്സൈറ്റി, സ്ട്രെസ്, പേടി, വിവിധ തരം പേടി, ഫോബിയാസ്, ഇതൊക്കെ നമുക്ക് ആയുർവേദ സൈക്യാട്രിയിലൂടെ മെഡിസിൻസും അതുപോലെ ട്രീറ്റ്മെന്റ്സും നൽകി നമ്മൾ ഹാൻഡിൽ ചെയ്യാറുണ്ട്. ഇതിൽ ആയുർവേദത്തിൽ പ്രത്യേകിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, ആയുർവേദം മെഡിസിൻസ് നൽകി ട്രീറ്റ് ചെയ്യുന്നതോടൊപ്പം പഞ്ചകർമ്മ പ്രൊസീജിയേഴ്സ് ഉണ്ട്. പഞ്ചകർമ്മയിൽ കുറേയധികം ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ശിരോധാര പോലെയുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, തല പൊതിച്ചിൽ പോലെയുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. വിവിധ തരം മെഡിസിൻസും നമ്മളുടെ ബ്രെയിനിനെ ആക്ട് ചെയ്യുന്നതായിട്ടുണ്ട്. അതിനകത്ത് ഘൃതങ്ങളുണ്ട്, ചില ടാബ്ലറ്റ്സ് ഉണ്ട്, കഷായങ്ങളുണ്ട്, അശ്വഗന്ധ പോലെയുള്ള മെഡിസിൻസ് ഉണ്ട്. ഇങ്ങനെ ആയുർവേദത്തിലൂടെ നമുക്ക് മാനസികമായ പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ മാനസിക രോഗങ്ങൾ വരാതിരിക്കാനും നമുക്ക് ബേസ്ഡ് ഓൺ ഫിലോസഫിയാണ്, ആയുർവേദിക് ഫിലോസഫി വെച്ചിട്ട് പ്രോപ്പർ ആയിട്ടുള്ള കൗൺസിലിംഗ് ടെക്നിക്സ് ഉണ്ട്. ഇങ്ങനെ വിവിധ രീതിയിൽ മാനസിക രോഗങ്ങൾക്ക് സ്ട്രോങ് ആയ ഒരു അപ്പർ ഹാൻഡ് തന്നെ, ഒരു സ്ട്രോങ് ആയ ഒരു ചികിത്സാ രീതികൾ തന്നെ ആയുർവേദത്തിലൂടെ നമുക്ക് നൽകാൻ സാധിക്കും.